ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു തസ്നീസ് വേ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ടിപ്സാണ്. കുറച്ച് എന്താ പറയുക, സെൽഫ് മോട്ടിവേഷണൽ അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്ക് എന്താണ് ലൈഫിൽ സക്സസ്ഫുൾ ആവണം, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അത് സാധിക്കണം, ഇത് സാധിക്കണം, ഇന്നത് ചെയ്യണം, ഇന്നത് പഠിക്കണം, ഇന്ന ജോലി കിട്ടണം, ഇന്ന സ്ഥലത്ത് വീട് വെക്കണം, അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് ഡ്രീംസും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറേ ഗോൾസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ ചുമ്മാ ഇരുന്ന് എല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ എല്ലാം നടക്കും ഇല്ല. പക്ഷേ അതിന് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി വർക്ക് ചെയ്യണം. അതിന് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു സക്സസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനും ഈസി ആയിട്ട് എത്താനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഒന്നാമത്തെ, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് കീപ്പ് എ സ്മൈൽ ഓൾവേസ്. സോ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളെ കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ കാണേണ്ടത്. നമ്മളൊരു പോസിറ്റീവ് വൈബായിരിക്കണം അവർക്ക് നൽകേണ്ടത്. അല്ലാതെ നമ്മൾ ചിലവരുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യം? എല്ലാ കാര്യവും പോസിറ്റീവായി എടുക്കുക. നമ്മുടെ എന്തൊരു കാര്യം സംഭവിച്ചാൽ ലൈഫിൽ എന്തൊക്കെ ഹാപ്പൻ ചെയ്താലും അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി എല്ലാം എന്തായിരിക്കണം, പോസിറ്റീവായിരിക്കണം. നല്ലൊരു രീതിയിലുള്ള സംസാരം നമ്മൾ സംസാരിക്കുക. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ അടുപ്പിക്കാതെ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസ് എന്തായിരിക്കണം, ഒരു പോസിറ്റീവ് വൈബായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്മൈൽ എപ്പോഴും നമ്മുടെ മുഖത്തുണ്ടാവണം. ആരെ കാണുമ്പോൾ ചിരിക്കുക. അത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ, നമുക്ക് പൈസയൊന്നും ഇല്ലല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും ചിരിക്കുക, ചിരിച്ച് സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റൂമിലൊക്കെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കോട്ട്സ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ കോട്ട്സ് ഒക്കെ എഴുതി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം റൂമിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങളിലൊക്കെ. അത് നമുക്കൊരു പോസിറ്റീവ് വൈബ് നമ്മളറിയാതെ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാകും. നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ്നെസ് വരും. അപ്പോൾ അതെപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് ഫോർ അതേഴ്സ് ആൻഡ് ഇഫ് യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, സോ എപ്പോഴും നമ്മളെ തന്നെ നമ്മളോട് തന്നെ കൈൻഡ് ആവുക. നമ്മുടെ ബോഡിയോട് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനോടൊക്കെ നമ്മൾ കൈൻഡ്നെസ് കാണിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോടും നമ്മൾ ആ ഒരു കൈൻഡ്നെസ് എപ്പോഴും കാണിക്കണം. മനുഷ്യന്മാരാണ്, ഒരുപാട് അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും. പക്ഷേ അതൊന്നും നമ്മൾ നോക്കാതെ എല്ലാവരോടും കൈൻഡായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന സഹായം, ചെറുതോ വലുതോ എന്തോ ആവട്ടെ, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അത് വളരെ ചെറുതായിരിക്കും. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് വളരെ ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ വലിയ സഹായമായിരിക്കും. മൂന്നാമത്തെ, ഐഡൻറ്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാവും. അത് എല്ലാവർക്കും കോമൺ ആണ്, അത് നാച്ചുറൽ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കുള്ള നെഗറ്റീവ്സ്, അതായത് വീക്ക്നെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ അറിയണം, നമ്മുടെ പ്ലസ്സും നമ്മൾ അറിയണം, നമ്മുടെ മൈനസും നമ്മൾ അറിയണം. അതിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മളെ തന്നെ ഉണ്ടാവണം. പിന്നെ ഇപ്പോൾ പലരും നമ്മുടെ ഇൻസെക്യൂരിറ്റി വെച്ച്, നമ്മുടെ മൈനസ് വെച്ചൊക്കെ നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, എൻ്റെ കുറേ കാര്യങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഇതാണെന്നുള്ളത് നമ്മളാദ്യം അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ പിന്നെ നമ്മളെ ഒരിക്കലും ആ ഒരു ഇത് പറഞ്ഞ്, നമ്മുടെ നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മൈനസ് പറഞ്ഞ് കുത്തിപ്പൊക്കി വരാൻ ആരും ഉണ്ടാവില്ല. കാരണം നമ്മൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ അവർക്ക് ആ ഒരു വോയിസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഓൾവേസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്നാണ്.
സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ഓർ മിഷൻ ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഒരുപാട് ഗോൾസ് ഉണ്ടാവും. നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ഒന്നും നേടാനില്ലാതെ വെറുതെ ചുമ്മാ ജനിച്ചു, കുറേ ജീവിച്ചു മരിച്ചു എന്നതിലുപരി നമ്മുടെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ അച്ചീവ്മെൻറ്റ്, അതായത് ഓരോ ഗോൾസ് നമുക്ക് ഉണ്ടാവണം, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗോൾസ്. അത് നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ശരിയല്ല, ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും നമുക്കൊരു നിരന്തരം, അതായത് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി, പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചോളം എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഗോളായി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, പിന്നെ ഒരു ജോലി, ആ ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടത്തോടെ നമ്മുടെ ഡ്രീം അവസാനിക്കുന്നില്ല. അതിനേക്കാളും വലിയ വലിയ ഗോൾസ് നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുക തന്നെ വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ഓരോ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ലൈഫിലൊരു ഗോള് അല്ലെങ്കിൽ ലൈഫിൻ്റെ മിഷൻ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതോടെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയി, ഇത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, എനിക്കിനി വേറൊരു ഗോളും ഇല്ല, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്, ഇനിയും അച്ചീവ് ചെയ്യാൻ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും കീപ്പ് ചെയ്യുക, അതെപ്പോഴും സെറ്റ് ചെയ്യുക. നമ്മളൊരു മിഷൻ, നമ്മുടെ ലൈഫിൻ്റെ മിഷൻ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് ഇനി അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ച് അതിനു വേണ്ടി പ്രയത്നിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എപ്പോഴും വളരണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. ഉയരങ്ങളിലേക്ക് പോവണം, ഇവിടം കൊണ്ട് നിർത്തരുത്, ഇതാണ് എൻ്റെ ഫൈനൽ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. ലേൺ ഫ്രം മിസ്റ്റേക്സ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കാം, അബദ്ധങ്ങൾ പറ്റാം, പല ഡിസ്ട്രാക്ഷൻസിലും നമ്മളൊക്കെ പോയി ചെന്ന് പെടും. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വരിക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ലൈഫിൽ പറ്റുമല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് ലെസൺസ് ടീച്ച് ചെയ്ത് തരുന്നുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുക. അടുത്ത തവണ ഈ ഒരു മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ബട്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് എന്നൊരു ജേർണി അവിടെ സ്റ്റോപ്പ് ആവരുത്. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ പറ്റുമ്പോൾ അതോടെ അവിടെ നിർത്തരുത്. അതിൽ നിന്നും നമ്മൾ ആ ലൈഫ് ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ അടുത്ത് കുറച്ച് മുന്നേ വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തൊരു കാര്യമാണിത്. എൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ എനിക്കുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും നമ്മുടേതായിട്ടുള്ള ഒരു വലയം. ആ വലയത്തിനുള്ളിലായിരിക്കും നമ്മൾ ജീവിക്കുക. നമ്മളെപ്പോഴും നമ്മളെ പാമ്പർ ചെയ്യാനും നമ്മളെ കെയർ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ആളുകളുണ്ടാവും. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കംഫർട്ട് സോൺ നമ്മൾ പുറത്ത് വന്നേ മതിയാവും. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഉള്ള ധൈര്യം കാണിക്കുക, റിസ്ക് എടുക്കാൻ നോക്കുക. നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നിൽക്കരുത്. എന്നെക്കൊണ്ട് എല്ലാം പറ്റും, എല്ലാം ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം നിന്നുകൊണ്ട് ജീവിക്കരുത്. പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താണ് ലോകമെന്നും എന്തൊക്കെയാണ് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അപ്പോൾ അതിന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വന്നേ മതിയാവും. അപ്പോൾ അത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. ഡെവലപ്പ് ഇമോഷണൽ അവെയർനെസ്. നമ്മൾ ഇമോഷണലി തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ ഇമോഷണലി കുറേ കാര്യങ്ങൾ എക്സാമ്പിളൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, സംഭവിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ഇമോഷണലി ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തളരരുത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം. ആ ഒരു ഇമോഷണൽ അവെയർനെസ് നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അപ്പം നമ്മുടെ കൂടെയൊക്കെ ഉള്ള കുറച്ച് ആളുകളുണ്ടാവും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര സംഭവമായിരിക്കും. അത് പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കര സങ്കടം വരികയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതൊരിക്കലും തെറ്റല്ല, അത് അവരുടെ ഇമോഷണൽ അങ്ങനെയാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അത് നമ്മളൊരു ലിമിറ്റ് വരെ നമ്മൾ പിടിച്ചു നിർത്താൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. പല ലൈഫിൽ പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എപ്പോഴും ഭയങ്കര ഇമോഷണലായിട്ട് കാര്യമില്ല. അത് നമ്മൾ കുറച്ചുകൂടെ ബ്രേവായിട്ട് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രയോറിറ്റൈസ് ടാസ്ക്സ്. അതായത് എപ്പോഴും നമ്മുടെ ലൈഫിൽ കുറച്ച് ടാസ്ക് നമ്മൾ വയ്ക്കുക. ഇന്ന ഗോൾസൊക്കെ പോലെ തന്നെ ചെറിയ ടാസ്ക് നമ്മൾ ചെറിയ മാറ്റങ്ങൾ. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും മാറ്റങ്ങൾ വേണമല്ലോ. അപ്പോൾ ചെറിയ ടാസ്കുകൾ, നാളെ മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഇത് ചെയ്യില്ല, എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ ഞാൻ ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് തന്നെ നമുക്ക് ചെറിയ ടാസ്ക് കൊടുക്കാം. ആ ടാസ്കിലൂടെ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മറ്റൊരാൾ പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കുന്നതും നമ്മൾ സ്വയം ചെയ്യുന്നതും വ്യത്യാസമുണ്ടല്ലേ.
അപ്പോൾ അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നാളെ മുതൽ ഞാൻ ഷുഗർ കഴിക്കില്ല, ഷുഗർ കട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞ് നാളെ മുതൽ നീ ഷുഗർ കഴിക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ തന്നെ നമ്മൾ സ്വയം പറയുകയാണ് നാളെ മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യാണ് അല്ലെങ്കിൽ ഇത് ചെയ്യില്ല എന്ന് പറയാൻ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ലൈഫിൽ പറ്റും. അപ്പോൾ അതെപ്പോഴും കീപ്പ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ ഏറ്റെടുക്കുക. അത് നമ്മളെ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. കാരണം ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ 10 മണിക്ക് മുന്നേ ഞാൻ എന്നും കിടന്നുറങ്ങും, അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് ഞാൻ എണീക്കും, ഡെയിലി എണീക്കും, പ്രാർത്ഥിക്കും എന്നൊക്കെ നമ്മൾ തന്നെ അത് നമ്മളൊരു ടാസ്ക്കായിട്ട് ഏറ്റെടുക്കുക, ഒരു ചലഞ്ചായിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്തോറും നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകളെല്ലാം ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.